ഒരു അബോർഷൻ ആണോ എന്ന് സംശയമുണ്ട്. ഉടനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. പ്ലീസ് ഡോക്ടർ. നിർമ്മലയ്ക്ക് എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആവാതെ ചെയ്തു. എന്ത് തന്നെയാണെങ്കിലും അത് നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റൂ. ഡോക്ടർ പ്ലീസ്, എന്താണെങ്കിലും തുറന്നു പറയും. മിസ്റ്റർ സേതു, നിങ്ങളുടെ മിസ്സസിന്റേത് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി ഉണ്ടായ അബോർഷനാണ്. ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അബോർഷൻ അത്ര സേഫ് അല്ല. കഴിഞ്ഞ ഡെലിവറിയിൽ തന്നെ ചില കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നതായി ഡോക്ടർ റേച്ചൽ പറഞ്ഞു. പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഷോക്കോ അതിനെ തുടർന്നുള്ള അഗ്നിയുമാകാം ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ. അഡ്വാൻസ് സ്റ്റേജിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. ചില അപൂർവം കേസുകളിൽ അത് ഇത്രയും വർഷമാകാറുമുണ്ട്. നിർമ്മലയുടെ ശരീരം തളർന്നുപോയി. ഒരു തരത്തിൽ ഒരു പാരാലിറ്റിക്കൽ സ്ട്രോക്ക്. സംസാരിക്കാനുള്ള ശക്തി വരെ നഷ്ടപ്പെട്ടു. എങ്കിലും കാണാൻ കഴിയും, ചുറ്റും നടക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒന്നിനൊരു പ്രതികരണം ഉണ്ടാവില്ലെന്ന് മാത്രം. മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി ലൈക്ക് എ വെജിറ്റബിൾ. ചികിത്സിക്കാൻ നമുക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യാൻ ചെയ്തു. പക്ഷേ എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് ഇപ്പൊ ഉറപ്പ് പറയാൻ പറ്റില്ല. മിസ്റ്റർ സേതു എഡ്യൂക്കേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വിശദമായി പറയുന്നത്. ട്രീറ്റ്മെന്റ് നടത്താവുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. ബട്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. വർഷങ്ങളോളം ഇതേ കണ്ടീഷനിൽ കഴിഞ്ഞെന്ന് വരാം. പെട്ടെന്ന് മോശമാകാനോ അപൂർവം ചിലപ്പോൾ മെച്ചപ്പെടാനോ ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കാവുന്നല്ലാതെ വ്യക്തമായി ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ we do not have a hold over the situation. മെഡിക്കൽ സയൻസിനും ചില പരിധികളുണ്ട്. എപ്പോഴായാലും ഈ യാഥാർത്ഥ്യത്തോട് നിങ്ങളിനി പൊരുത്തപ്പെട്ടേ പറ്റും. എത്രയും നേരത്തെ കഴിയുന്നു അത്രയും നല്ലത്. ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ എന്ത് ചെയ്യാം? ചുരുക്കത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. ആ കിടപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത്ര ശരിയല്ലെന്ന്. എന്റെ മോന്റെ ജീവിതമാണ് തകരുന്നത്. കൊച്ചുമോക്കാണെങ്കിൽ 3 വയസ്സും. എന്തൊരു തലവിധിയാണെന്ന് നോക്കണം. നിർമ്മല ഇങ്ങനെ കിടക്കുമ്പോ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചിന്തിക്കാമോ? മനുഷ്യത്വം എന്നൊന്നില്ലേ? ഉണ്ട്, ഇല്ലെന്ന് ഒരാരും പറഞ്ഞില്ലല്ലോ. പക്ഷെ അത് ജീവിച്ചിരിക്കുന്ന കാര്യത്തിലാണ് വേണ്ടത്, അല്ലാതെ ജീവിച്ചിരുന്നിട്ടും പ്രയോജനമില്ലാത്ത കാര്യത്തിലല്ല. ആ കൊച്ചു കിടപ്പിലായപ്പോ ഈ കിളവനെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിരിക്കും ഡോക്ടർ ഇപ്പൊ ആലോചിക്കുന്നത്. രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഒരു ദണ്ണവുമില്ല. 10 അല്ല 20 കൊല്ലം ചികിത്സിക്കാം. ഇതാണോ സ്ഥിതി? അല്ലല്ലോ. ഇങ്ങനെ 10ഉം 15ഉം കൊല്ലം കിടപ്പിൽ കിടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ക്ലോസ് ആകുന്ന എത്ര ദിവസമുണ്ട് ഇല്ലേ? കരയാതെ മോളെ, കരയാതെ, കരയാതെ മോളെ.
ആന്റി മോൾക്ക് നല്ല കഥ പറഞ്ഞു തരാം. ഇപ്പൊ മോൾ ഉറങ്ങും. സേതു, ഞാൻ ഡോക്ടർ വർമ്മയായിട്ട് ഡിസ്കസ് ചെയ്തു. നിർമ്മലയെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇവിടെ ഹോസ്പിറ്റൽ കിടത്തുന്നതുകൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല, എത്ര നാളെന്ന് കരുതിയ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് തന്നെ വീട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തുണ്ടല്ലോ. സീത ത്രൂ ഔട്ട് കൂടെ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? ഡോക്ടർ തീരുമാനിക്കുന്ന പോലെ. എന്റെ മോള് ദുഃഖിക്കാതെ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഒക്കെ നേരെയാകും. വേണ്ട മോളെ, എനിക്ക് സുഖമില്ലാത്തല്ലേ. വേണ്ട മോളെ. അമ്മയുടെ ചാച്ചാൻ പോയപ്പോ മുത്തശ്ശി സമ്മതിച്ചില്ല. സാരമില്ല മോളെ, അമ്മയുടെ വാവ് മാറട്ടെ. മോക്ക് പിന്നെ ദിവസവും അമ്മയുടെ കൂടെ ചാച്ചാലോ. നല്ല കുട്ടിയല്ലേ, കരയാ. മോളെ നീ തരൂ ചെയ്തല്ലോ. മോളെ, കോളേജിൽ നിന്നും PG കോഴ്സിനുള്ള അഡ്മിഷൻ കാർഡാണ്. എന്റെ ചേച്ചി ഈ നിലയിൽ കിടക്കുമ്പോൾ ഞാനിവിടെ വിട്ട് എങ്ങനെ പോകാനാണ്? അച്ഛൻ വിഷമിക്കണ്ട, എനിക്കിതിലൊരു സങ്കടമില്ല. ഞാൻ ബാങ്കിൽ പോവുക. 5 മണിക്ക് തന്നെ വരും. നേരത്തെ മരുന്ന് കഴിക്കണം. ടാറ്റ മോളെ. വൈകിട്ട് വരുന്ന വഴി ഡോക്ടറെ കൂടി കൊണ്ടുവരണം. പത്മനാഭൻ ചേട്ടൻ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? കല്യാണം നിശ്ചയിച്ച് മുഹൂർത്തത്തിന് മുൻപ് ചെറുക്കനോ പെണ്ണിനോ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുന്ന സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലേ എന്ന് വിചാരിച്ച് ആയുഷ്കാലം മുഴുവനും എവിടെ ഇങ്ങനെ നിർത്തിയിരുന്നാ മതിയോ? കുറുപ്പമാവും കൊണ്ടുവന്ന ആലോചന നല്ലതാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുകയും ചെയ്യും. ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ കൂടി അവരെന്നോട് ചോദിച്ചു,
എന്തെങ്കിലും ഒന്ന് ഉടനെ അവർക്ക് അറിയണമെന്ന്. കാർത്തിയാനിയമ്മേ, എന്റെ മക്കളില് ഒരാളെങ്കിലും സന്തോഷമായിട്ട് കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതെ വരുമോ? ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് എന്താ ഫലം? ആകാവുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി സീതയോട്. എന്താ സീത നീ ഇത്ര വീണ്ടും വിചാരമില്ലാതെ പെരുമാറുന്നത്? ചിറ്റമ്മേ, എന്നെ നിർബന്ധിക്കരുത്. ഒന്നിനും വയ്യാതെ ചേച്ചി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ, സോണിമോൾക്ക് ഇവിടെ ആരുമില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്റേതായ ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്ക് കഴിയില്ല. ചേച്ചി 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 സീത സീത ചേച്ചി, അയ്യോ അനക്കമില്ല, കണ്ണും തുറക്കുന്നില്ല. ചേച്ചി, ചേച്ചി, അയ്യോ, അച്ഛാ, അച്ഛാ. ഭയപ്പെടാനൊന്നുമില്ല. ഈ സ്റ്റേജിൽ കിടക്കുമ്പോൾ ചിലപ്പോ കോമ ഉണ്ടായെന്ന് വരും. പൾസേറ്റ് സാധാരണ നിലയിലുണ്ട്. ഷീൽ ബി ഓൾ റൈറ്റ്. ഇങ്ങനെ ഇനിയും ഉണ്ടാകുമോ? പറയാൻ പറ്റില്ല സേതു. ഉണ്ടായെന്ന് വരും. ഉണ്ടായാൽ ചിലപ്പോൾ അത് നല്ലതിനുമാകാം, ദോഷത്തിനുമാകാം. എന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. നിനക്ക് ജോലി തിരക്കുള്ള സമയം മറ്റാണോ? അല്ല. നന്നായി, എനിക്കല്പം സംസാരിക്കാനുണ്ട്. നീ ഇരിക്ക. നിന്റെ മനസ്സിന്റെ വിഷമം തണുക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളും പറയാതെ കഴിച്ചു കൂട്ടിയത്. ഈ എത്ര നാളെന്ന് വെച്ചിട്ടാ, അല്ല എന്ത് ഭാവിച്ചിട്ടാ നിന്റെ ഇപ്പോഴത്തെ ഈ ജീവിതം? അവളെ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം ഡോക്ടർമാർക്ക് പോലും ഇല്ല. നീ ആണെങ്കിൽ ചെറുപ്പം. നിനക്കൊരു ജീവിതം വേണ്ടേ മോനെ? അച്ഛൻ എന്തായി പറയുന്നത്? ഞാൻ മാത്രമല്ല, നിന്റെ കൊച്ചച്ഛനും സഹോദരിയും ഒക്കെ ഇത് തന്നെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോ നീ വേറൊരു വിവാഹം കഴിച്ചെന്ന് വെച്ചാൽ ഒരു മനുഷ്യരും കുറ്റം പറയില്ല, നിർമ്മലയുടെ വീട്ടുകാർ പോലും. അച്ഛാ, ഞാൻ എന്റെ നിർമ്മല അവള് മരിച്ചിട്ടില്ല, സമ്മതിച്ചു. പക്ഷെ ജീവിച്ചിരിക്കേണ്ട എന്താ പ്രയോജനം? നിന്റെ കുഞ്ഞിന്റെ ഭാവിയെങ്കിലും നീ ആലോചിക്കുക. നിർമ്മലയുടെ മനസ്സെങ്കിലും മരിക്കാതെ ബാക്കിയുണ്ടല്ലോ. എനിക്കത് മതി. ഇതും പറഞ്ഞുകൊണ്ടിരുന്ന അവസാന കാലത്ത് നിനക്ക് ആരും ഉണ്ടാവില്ല. അച്ഛൻ പറയുന്നതെല്ലാം ന്യായങ്ങളായിരിക്കാം. പക്ഷേ എന്റെ മനസ്സിനിപ്പോ ആ ന്യായങ്ങളൊന്നും കാണാൻ കഴിയില്ല അച്ഛാ. ഞാൻ മഹാസ്വാർത്ഥനാണെന്ന് നീ കരുതിയേക്കാം. അതേടാ, എന്റെ ചോയുടെ കാര്യത്തിന് സ്വാർത്ഥം തന്നെയാ. അത്ര കഷ്ടപ്പെട്ടോ നിന്നെയൊക്കെ വളർത്തിയത്. എന്റെ കണ്ണടയുമ്പോ നീയൊക്കെ സന്തോഷമായിട്ട് കഴിയുന്നത് കണ്ടിട്ട് പോണമെന്നാ എനിക്ക്. ആ മോഹം കൊണ്ട് പറയാണെന്ന് കൂട്ടി. നീ ആലോചിക്ക. നല്ലപോലെ ആലോചിക്കുമ്പോ അച്ഛൻ പറഞ്ഞാൽ ശരി നിനക്ക് ബോധ്യമാകും. എനിക്ക് പറയാനല്ലേ പറ്റൂ. നിന്റെ ഇഷ്ടം പോലെ.